ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും ഒന്നും മറന്നു പോകരുത്. നമ്മളിന്ന് തയ്യാറാക്കുന്ന മസാല കപ്പലണ്ടിയാണ്. ഈ മസാല കപ്പലണ്ടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പോവാം വീഡിയോയിലേക്ക്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മസാല കപ്പലണ്ടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 300 ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. പച്ച കപ്പലണ്ടിയാണിത്. കടലമാവ് നമ്മളൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അരിപ്പൊടി നല്ല പച്ചരിപ്പൊടി ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് 2 സൈസ് മുളക് പൊടി ഞാൻ ഒരുമിച്ചിട്ടിരിക്കുക കേട്ടോ. കാശ്മീരി ചില്ലിയുണ്ട്, നമ്മുടെ എരിവുള്ള മുളക് പൊടിയുണ്ട്. രണ്ടും ഓരോ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം ഒരു 2 ടീസ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഈ പെരിഞ്ജീരകം നമുക്കൊന്ന് ചതച്ചെടുക്കണം. നമ്മൾ കായം എടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 ടീസ്പൂൺ കായം നമുക്ക് ഇട്ട് കൊടുക്കണം. കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ നമ്മൾ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ് വേണ്ടത്. നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് കഴുകി അതിൻ്റെ വെള്ളം കളഞ്ഞെടുത്തിട്ട് വരാം. കപ്പലണ്ടി നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി എടുത്തില്ലെങ്കിൽ അതിൻ്റെ പൊടിയൊന്നും പോവില്ല. നമുക്ക് കഴുകി എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കടലമാവ് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കായപ്പൊടി. പെരിഞ്ജീരകം ഒന്ന് ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചാണ്. വെളുത്തുള്ളി നമുക്ക് പൊളിക്കാണ്ട് വേണം ചതച്ചെടുക്കാം. ഒന്ന് കഴുകിയിട്ട് ചതച്ചെടുക്കാം. ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വെള്ളം കൂടി പോകാൻ പാടില്ല. കുറച്ച് വെള്ളം കൊണ്ടൊന്ന് തളിച്ച് കൊടുക്കാം. നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കിടക്കുകയാണ്. നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളത് നന്നായിട്ടൊന്ന് വിട്ട് കിട്ടും. നമുക്ക് അപ്പോൾ പെട്ടെന്നൊന്ന് മുരിഞ്ഞ് കിട്ടും. ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം മാത്രമേ അതിനെ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. പതുക്കെ അതെങ്ങനെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കാം. ഇട്ടപ്പം തന്നെ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പം അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകിപ്പോവും. നമ്മുടെ കപ്പലണ്ടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം.
വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കാം. വറ്റൽമുളക് നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കറിവേപ്പില കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് വീഡിയോ പിടിക്കുന്ന കാരണം കൊണ്ട് ഇങ്ങനെ വറുത്തിടുന്നത് കേട്ടോ, ഇതില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല കപ്പലണ്ടി നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ വറുത്തെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.